ഹായ് കുട്ടികളെ, ടീച്ചർ ഇന്ന് എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ സുഹൃതഹാരങ്ങൾ എന്ന കവിതയാണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ കവിത കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രവേശക പ്രവർത്തനമുണ്ട്, അഭിമുഖം. ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് എഴുതിയതെന്നോ എന്നാണ് എഴുതിയതെന്നോ കൃത്യമായ ധാരണയില്ല. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. KG ശങ്കരപ്പിള്ളയുടെ കവിതകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ളവരോട് സ്നേഹമില്ല, സാഹോദര്യമില്ല, സമത്വമില്ല, അലിവില്ല, കരുണയില്ല. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വാർത്ഥതയാണ് ഈ കവിതയിൽ നിഴലിക്കുന്നത്, അല്ലേ? ഈ സ്വാർത്ഥതയുള്ള മനസ്സിൻ്റെ സ്വാർത്ഥതയുള്ള മാനസികാവസ്ഥയെ നമ്മൾക്ക് എന്തു പറയാം? സങ്കുചിതാവസ്ഥ, സങ്കുചിത മനോഭാവം എന്ന് പറയാം. അപ്പോൾ ചുറ്റുമുള്ളതിനെ ഒന്നും, അല്ലെങ്കിൽ ചുറ്റുമുള്ള സഹജീവികളുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സമയമുണ്ടാവില്ല. നാം നമ്മെ തന്നെ കാണുന്നു എന്നാണ് ഈ അഭിമുഖത്തിൻ്റെ ആശയം. കവിതയിലേക്ക് വരാം. ചണ്ടാല ഭിക്ഷുകിയിലെ ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ കുമാരനാശാന്റെ വീണപൂവിലെ ഒരു ഭാഗം പഠിച്ചു. അപ്പോൾ ആശാനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, അല്ലേ? സ്നേഹഗായകനാണ് കുമാരനാശാൻ. അതുപോലെ തന്നെ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി നേടിയെടുത്ത കവിയാണ്. അതെങ്ങനെയാണ് സാധിക്കുക? മഹാകാവ്യത്തോളം തന്നെ ശ്രേഷ്ഠങ്ങളായ ഖണ്ഡകാവ്യ രചനകളിലൂടെ അദ്ദേഹം മഹാകവി എന്ന പദവി നേടിയെടുത്തു. ചണ്ടാല ഭിക്ഷുകി, കരുണ, ദുരവസ്ഥ തുടങ്ങി, വീണപൂവ് തുടങ്ങി ഒട്ടനവധി ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ മനംനൊന്ത് അദ്ദേഹം പ്രരോദനം എന്നൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് ആശാൻ. മറ്റു രണ്ടുപേരാരാണ്? ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവിയെക്കുറിച്ച്? സ്നേഹഗായകനാണ്, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാണ്. അതുപോലെ തന്നെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. ഇദ്ദേഹം തൂലിക ചലിപ്പിച്ചത് പ്രധാനമായും അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി മത വിവേചനങ്ങൾക്കെതിരെയാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ അക്കാലഘട്ടത്തിൽ ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത്, അല്ലേ? ഭ്രാന്തന്മാരുടെ ആലയം എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. യാതൊരു വീണ്ടുവിചാരവും കൂടാതെയുള്ള പ്രവൃത്തികൾ. അപ്പോൾ അതുപോലെയായിരുന്നു അന്ന് കേരളത്തിലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയും മറ്റ് ജാതീയമായ തരം തിരിവുകളും ഒക്കെ. ധാരാളം അനാചാരങ്ങൾ അക്കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ കുമാരനാശാനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ചണ്ടാല ഭിക്ഷുകിയിൽ ആനന്ദഭിക്ഷു എന്ന ആനന്ദഭിക്ഷുവാണ് കഥാനായകൻ. മാതങ്കി എന്ന ചണ്ടാല യുവതിയാണ് കഥാനായിക. ഈ കവിതയെ കേരളത്തിലെ ആദ്യത്തെ കഥാകാവ്യം എന്ന് വിശേഷിപ്പിക്കാം. 2500 വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കൊടിയ ഒരു വരൾച്ചയുണ്ടായി. ക്ഷീണിച്ച് തളർന്ന് അവശനായ ആനന്ദഭിക്ഷു ഒരു കിണറിൻ്റെ സമീപത്ത് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന മാതങ്കി എന്ന ചണ്ടാല യുവതിയെ കാണുകയും ദാഹജലം ചോദിക്കുകയും ചെയ്യുന്നതാണ് പാഠസന്ദർഭം. നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. തൂമ തേടും തൻ പാളാക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ ശ്രീമാനഭിക്ഷുവങ്ങു ചെന്നർത്തിച്ചാൻ.
ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടോരാ മനോഹരി അമ്പരന്നോതിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ ഭീതി വേണ്ട തരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു മരുണാംശുപൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃദഹാരങ്ങൾ നിന്നന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃദഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ഇനി നമുക്ക് ആശയം പരിശോധിക്കാം, വാക്കുകളുടെ അർത്ഥം പരിചയപ്പെടാം. പുസ്തകം നോക്കിക്കോളൂ. ടീച്ചർ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് കഠിനം എന്ന് തോന്നുന്ന പദങ്ങളുടെ അർത്ഥം ടീച്ചർ പറയുമ്പോൾ അവിടെ തന്നെ കുറിച്ചു വെക്കുക. പേനയോ പെൻസിലോ ഒക്കെ കരുതിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? അവിടെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പാഠം പഠിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പുസ്തകമല്ലേ, വൃത്തികേടായി എന്നൊന്നും വിചാരിക്കണ്ട. അതവിടെ ഒരു എഴുത്തും കുറിയും വരയും ഒന്നുമില്ലാതെ വെറുതെ സൂക്ഷിച്ച് പുതുപുത്തൻ പോലെ വെക്കാനുള്ളതല്ല, നമുക്ക് പഠിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ച് വൃത്തിഹീനമാക്കണമെന്നല്ല. അറിയാവുന്ന അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിൽ നിന്ന് ചികഞ്ഞെടുക്കണം. സന്ദർഭം കൊണ്ട് ഊഹിച്ചെടുക്കണം. എല്ലാം ഒന്നും എഴുതി പിടിപ്പിക്കണ്ട. തികച്ചും അപരിചിതമെന്ന് തോന്നുന്ന പുതിയ പദങ്ങൾ, കഠിന പദങ്ങളായിട്ടുള്ളവയുടെ അർത്ഥം എഴുതി വയ്ക്കുക. തൂമ തേടും തൻ പാള കിണറ്റിലിട്ട്. ഓർക്കണം, 2500 വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന കഥയാണ്. അന്ന് ഇന്നത്തെ മാതിരി ഒരു സ്വിച്ച് ഇട്ടാൽ മോട്ടർ പ്രവർത്തിച്ച് വെള്ളം പൈപ്പിൽ കൂടി വരികയില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ്. കിണറ്റിൽ നിന്നാണെങ്കിൽ പോലും കപ്പിയും കയറും ഒന്നും ഉപയോഗിച്ചിട്ടുള്ള വെള്ളം കോരലല്ല.
കുട്ടികൾക്ക് അതുപോലും അപരിചിതങ്ങളാണ്, നിങ്ങൾക്ക് അതുപോലും അപരിചിതമാണ്. അപ്പോ അതിനു കുറെ മുമ്പേയുള്ള തലമുറ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പാള കൊണ്ട്, കമുകിന്റെ പാള കൊണ്ട് തൊട്ടി ഉണ്ടാക്കും. അതില് കയറ് കെട്ടിയിട്ട് വെള്ളം വലിച്ച് കോരും. തൂമ തേടും തൻ പാള തൂമ ഭംഗിയുള്ള തൻ്റെ പാള കിണറ്റിലിട്ട് ഓമൽ കൈ ഭംഗിയുള്ള കയ്യാൽ. പാളയ്ക്കും ഭംഗിയുണ്ട്, വെള്ളം കോരുന്ന മാതങ്കിയുടെ കൈകൾക്കും ഭംഗിയുണ്ട്. അപ്പോൾ ഭംഗിയുള്ള കയ്യാൽ കയറ് വലിച്ച് ഉടൻ വേഗത്തിൽ വെള്ളം കോരുകയാണ്. കോമളാംഗി, കോമളമായ അംഗത്തോട് കൂടിയവൾ. കോമളം മനോഹരം, അംഗം അവയവം. കോമളാംഗി, കോമളമായ അംഗത്തോട് അവയവത്തോട് കൂടിയവൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുന്ദരി. കോമളാംഗി നീർ ജലം. കോരി നിന്നിടിനാൾ എന്ന പ്രയോഗം ശ്രദ്ധിച്ചുവോ? അവൾ കോരി നിന്നു, അവൾ വെള്ളം കോരിക്കൊണ്ട് നിന്നു. ശ്രീമാന ഭിക്ഷു വന്നു ചെന്നർത്ഥിച്ചാൻ. അപ്പോഴാണ് അതിലെ നടന്നു തളർന്ന് ക്ഷീണിച്ച അവശനായ ദാഹാർത്ഥനായ ആനന്ദ ഭിക്ഷു വരുന്നത്. ആനന്ദ ഭിക്ഷു അങ്ങു ചെന്ന് അർത്ഥിച്ചാൻ. അർത്ഥിക്കുക, യാചിക്കുക. അർത്ഥി യാചകൻ. യാചിച്ചു. ശ്രീമാന ഭിക്ഷു, ശ്രീ ഐശ്വര്യം. ശ്രീമാനായ ഭിക്ഷു, ഐശ്വര്യപൂർണനായ ഭിക്ഷു. ആ ബുദ്ധമത സന്യാസികൾ ഭിക്ഷ യാചിച്ചാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അവരെയാണ് ഭിക്ഷു എന്ന് പറയുന്നത്. ബുദ്ധമത സന്യാസിയാണ് ഭിക്ഷു. വെറും യാചകനല്ല, ഭിക്ഷക്കാരൻ എന്ന അർത്ഥമല്ല. അവരുടെ ജീവിതചര്യ അതായിരുന്നു. അപ്പോൾ ബുദ്ധമത സന്യാസിയെയാണ് ഇവിടെ ഭിക്ഷു എന്ന് പറയുന്നത്. ഐശ്വര്യപൂർണനായ ഒരു ഭിക്ഷു, വളരെ തേജസ്വിയായ ഒരു ഭിക്ഷു അവിടെ വന്ന് അവളോട് വെള്ളം യാചിച്ചു. കണ്ടോ, വെള്ളം യാചിച്ചു. ദാഹിക്കുന്നു ഭഗിനി. ഭഗിനി സഹോദരി. ഭഗിനി സഹോദരി. അവളെ സഹോദരി എന്നാണ് ഈ ശ്രേഷ്ഠനായ ആര്യനായ ഐശ്വര്യപൂർണനായ ഈ സന്യാസി ഭിക്ഷു അവളെ വിളിച്ചത് എങ്ങനെയാണ്? സഹോദരി എന്നാണ്. ഓർക്കണം, അന്ന് ഇവിടെ ജാതി മത വിദ്വേഷങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ശ്രേഷ്ഠനായ ഒരു സന്യാസി വന്നിട്ട് താഴ്ന്ന ജാതിക്കാരിയായ മാതങ്കിയെ എന്ത് വിളിക്കുന്നത്? സഹോദരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബുദ്ധമതത്തിൽ പെട്ടവർക്ക്, ബുദ്ധമത വിശ്വാസികൾക്ക് ഈ ജാതി മത വിവേചന ചിന്തകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ തെളിയുന്നത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം. കൃപയുടെ രസം പോലെയുള്ളതും മോഹനവുമായ കുളിർ തണ്ണീർ, കുളിർമയുള്ള തണ്ണീർ, തണുത്ത ജലം. ആശു, പെട്ടെന്ന് നീ തരിക. ഓമലേ, വീണ്ടും അവളെ വിളിക്കുകയാണ്. ഓമലേ, ഓമനയായവളെ. അല്ലയോ സഹോദരി, അല്ലയോ ഓമനയായവളെ, നീ എനിക്ക് കുളിർമയുള്ളതും കൃപയുടെ രസം പോലെയുള്ളതും മോഹനവുമായ തണ്ണീര്, ജലം വേഗത്തിൽ തരിക. എനിക്ക് വേഗത്തിൽ തരണം. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, ഞാൻ വല്ലാതെ ദാഹാർത്തനായിരിക്കുന്നു. അതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. സാധാരണഗതിയിൽ ഒരു ക്ഷീണിതനായ ഒരാൾ ജലം ചോദിച്ചാൽ നമ്മൾ അമ്പരക്കോ? ഇല്ലല്ലോ. കൊടുക്കാൻ സന്മനസ്സുള്ളവർ കൊടുക്കും, അല്ലാത്തവർ കൊടുക്കില്ല. പക്ഷെ അമ്പരപ്പ് അവളിൽ ഉളവായി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി അതായിരുന്നത് കൊണ്ട് ഇതുപോലെ തേജസ്വിയായ ഒരു സന്യാസി, ഒരു ഭിക്ഷു തന്നോട് ജലം ചോദിച്ചപ്പോൾ മാതങ്കിയിലുണ്ടായ ഭാവം എന്തായിരുന്നു? അമ്പരപ്പ്. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം കേട്ടോ. എവിടെയാണ് കഥ നടന്നത് എന്നുള്ളത് ഓർക്കണം. ബുദ്ധഭിക്ഷു ജലം ചോദിച്ചപ്പോൾ അവളിലുണ്ടായ ഭാവം എന്തായിരുന്നു? അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ, അമ്പരപ്പ്. തുടർന്ന് അവൾ ആ അമ്പരപ്പോടുകൂടി പറയുന്ന വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. വെള്ളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവൾ പെട്ടെന്ന് തരാനാ ആവശ്യപ്പെട്ടതല്ലേ, പക്ഷെ പെട്ടെന്ന് കൊടുക്കാൻ അവൾക്ക് മടിയാണ്.
കാരണം അത് പാപമായി പോകും, താൻ കുറ്റക്കാരിയായി പോകും എന്ന ചിന്തയാണ് അവളെ അതിൽ നിന്ന് ക്ഷണനേരത്തേക്കെങ്കിലും പിന്നോക്കം വലിക്കുന്നത്. അവൾ ചോദിക്കുകയാണ്, ഇതെന്തു കഥയാണ്? അല്ലല്ല, ഇതെന്തു കഥയാണ്? കഷ്ടം തന്നെ. അല്ലലാൽ അല്ലൽ ദുഃഖം, അല്ലൽ ദുഃഖം, അല്ലലാൽ അങ്ങ് ജാതി മറന്നിതോ, ദുഃഖത്താൽ പാരവശ്യത്താൽ അങ്ങ് ജാതി മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. നീചയായ താഴ്ന്ന ജാതിക്കാരിയായ ഒരു നാരിയുടെ, നീച നാരി, നാരി സ്ത്രീ, നീചയായ നാരിയുടെ, അവൾ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കുക, നീചയായ നാരി എന്ന്. ആരെങ്കിലും സ്വയം താൻ നീചയാണെന്ന് പറയുമോ? ഇല്ല. പക്ഷേ അവളെ കൊണ്ട് അങ്ങനെ പറയിച്ചത് ആ സമൂഹമാണ്. അധസ്ഥിത വർഗക്കാരെ നീചരായി മുദ്രകുത്തിയിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി അവളുടെ മനസ്സിൽ അവൾ സ്വയം ഒരു നീചയാണ് എന്ന ചിന്ത അടിച്ചേൽപ്പിച്ചിരുന്നു. നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ, യാചമിക്കുമോ എന്നല്ല കേട്ടോ, ജലം വാങ്ങി, വാങ്ങി അധികം ആചമിക്കുമോ. ആചമിക്കുക, ബ്രാഹ്മണർ ജലം കൊണ്ട് ശരീരശുദ്ധി വരുത്തുന്ന ഒരു കർമ്മമാണ് ആചമിക്കുക എന്നുള്ളത്. ഇങ്ങനെ ആര്യന്മാരായുള്ളവര്, ചൊല്ലെഴും ആര്യന്മാർ, ചൊല്ലെഴും കീർത്തി കേട്ട, പ്രശസ്തി ആർജിച്ച ആര്യന്മാര്, ശ്രേഷ്ഠന്മാര്, പ്രശസ്തി ആർജിച്ച ശ്രേഷ്ഠന്മാരായിട്ടുള്ള താങ്കളെ പോലെയുള്ള ആൾക്കാര് നീചയായ നാരിമാരുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ആചമിക്കുമോ എന്നാണ് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇല്ല, ഞാൻ ജലം തരില്ല, എന്നോട് കോപം തോന്നരുത് എന്ന്. കോപമേലരുതേ, ജലം തന്നാലും പാപമുണ്ടാം. ഏത് ചിന്തയാണ് അവളെ ബുദ്ധഭിക്ഷുവിന് ജലം കൊടുക്കുന്നതിൽ നിന്ന് തടയുന്നത്? പാപമുണ്ടാകും എന്ന ചിന്ത. ആ ചിന്ത അവളിൽ ആരാണ് അടിച്ചേൽപ്പിച്ചത്? സമൂഹം. പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഞാൻ എവിടെയാണ് വസിക്കുന്നത്? ഗ്രാമത്തിന്റെ പുറത്താണ്. ഗ്രാമത്തിന്റെ പുറത്താണ് താൻ വസിക്കുന്നത് എന്നവൾ പറയുന്നതിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ്? ഗ്രാമം ആര്യന്മാർക്ക് മാത്രം താമസിക്കാനുള്ളതാണ്. അതിന്റെ പുറത്താണ് നീചർക്കുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്ഥാനം. ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. കിടാത്തി കുട്ടി, കിടാവ് കുട്ടി. കിടാവ് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് അല്ലേ, നാനാർത്ഥം. നമ്മള് പൈക്കിടാവിനെയൊക്കെ പശുക്കിടാവിനെയൊക്കെ കിടാവ് എന്ന് പറയും. എന്നാൽ കുട്ടി എന്ന അർത്ഥത്തിലും കിടാവ് എന്ന് പ്രയോഗിക്കും. ഞാൻ ഗ്രാമത്തിന്റെ പുറത്ത് വസിക്കുന്ന ചാമർ നായകന്റെ പെൺകുട്ടിയാണ്, മകളാണ്. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി. ഓതിനാൻ അവൻ, ഓതി ഓതുക പറയുക. ഭിക്ഷു ഏറ്റം, ഭിക്ഷുവേറ്റം, ഭിക്ഷു അധികം ഏറ്റം. വിലക്ഷനായി, വിലക്ഷൻ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്തവൻ. ഇവളിലുണ്ടായ ഭാവം എന്തായിരുന്നു? അമ്പരപ്പ് അല്ലേ? അതിനെ തുടർന്ന് ചില വാക്കുകളൊക്കെ അവൾ പറയുകയും ചെയ്തു. എനിക്ക് പാപം കിട്ടും, ഞാൻ വെള്ളം തരില്ല, ഞാൻ താഴ്ന്ന ജാതിക്കാരിയാണ്, ഞാൻ ഗ്രാമത്തിന്റെ പുറത്താണ് വസിക്കുന്നത്, ചാമർനായകന്റെ കിടാത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ബുദ്ധഭിക്ഷുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ ബുദ്ധഭിക്ഷുവിന്റെ മുഖത്താകട്ടെ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇത്തരത്തിലൊരു ചണ്ടാല യുവതിയാണ് എന്ന യാതൊരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വിലക്ഷൻ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാത്ത ആള്, ഒരുതരം നിസ്സംഗതാ മനോഭാവം, എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന സമഭാവന, സമത്വഭാവം. അങ്ങനെയുള്ളവരുടെ മുഖത്ത് ഇതൊന്നും കേട്ടാൽ പ്രത്യേകിച്ചൊരു വികാരവും ഉണ്ടാവുകയില്ല അല്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. വീണ്ടും സഹോദരി എന്ന് വിളിക്കുകയാണ്. ഞാൻ ജാതി ചോദിക്കുന്നില്ല. ഞാൻ എന്താണ് ചോദിക്കുന്നത്?
അല്പം ദാഹജലമാണ്. നാവ് വരണ്ടിട്ട് അല്പം ദാഹജലം ചോദിക്കുകയാണ്. അഹോ, ഭീതി വേണ്ട, ഭീതി ഭയം, തരിക അത് എനിക്കു നീ അതെനിക്ക് തരിക, നീ ഭയപ്പെടേണ്ട. എന്നുടനെ കരപുടം നീട്ടിനാൻ അവൻ നീട്ടി, കരപുടം കൈക്കുമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അവൻ അവളുടെ നേരെ തൻ്റെ കൈക്കുമ്പിൾ നീട്ടി അങ്ങ് നിന്നു. പിന്നെ അവൾക്ക് ജലം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെന്നലീന മനോഹരം സുന്ദരൻ, ആ കൈക്കുമ്പിൾ നീട്ടി നിൽക്കുന്ന സുന്ദരനായ തേജസ്വിയായ ആ ഭിക്ഷുവിനെ എങ്ങനെയാണ്, ഏതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്? ചെന്നളിനം, ചുവന്ന നളിനം. നളിനം താമരപ്പൂവ്. ചുവന്ന താമരപ്പൂ പോലെ മനോഹരമായ കൈക്കുമ്പിൾ നീട്ടി സുന്ദരനായ ഭിക്ഷു നിന്നു. ആ കൈക്കുമ്പിളിനെ ചുവന്ന താമരപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പ. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ. കറ്റക്കാർ കൂന്തൽ, കാർമേഘം പോലെ കറുത്തിരുണ്ട് സമൃദ്ധമായ തലമുടി. കൂന്തൽ തലമുടി. കട്ട പിടിച്ച കാർമേഘം പോലെ കറുത്തിരുണ്ട് ഇടതൂർന്ന തലമുടി, കാർക്കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം. മുറ്റും അധികം ആസ്യം. ആസ്യം മുഖം. ആസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി, ഭംഗിയുള്ള സാരി. കറുത്ത് ഇടതൂർന്ന് കാർമേഘം പോലെയുള്ള സമൃദ്ധമായ കേശഭാരത്തെ മറച്ച് മുഖത്തെ മറച്ചു കിടക്കുന്ന സാരി തെല്ലൊന്ന് ഒതുക്കി. മനോഹരമായ സാരി തെല്ലൊന്ന് ഒതുക്കി. മുൻപിൽ നിൽക്കുന്നത് ഒരു അന്യപുരുഷനാണ്. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ആ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുൻപിൽ മുഖം കാണിക്കില്ല. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയാണ്. അപ്പോൾ മുഖമൊക്കെ മറച്ചായിരുന്നു വന്നിരുന്നത്. ചാരുസാരി ഒതുക്കി. എന്തുകൊണ്ടാണ് അവൾ ആ മുഖം മറച്ചിരുന്ന തലമൂടിക്കിടന്ന സാരി തലപ്പ് ഒതുക്കി വച്ചത്? ഇദ്ദേഹം അവളെ സഹോദരി എന്ന് വിളിച്ചു, അല്ലേ? ഓമനേ എന്ന് വിളിച്ചു. സൗഹൃദം പങ്കുവെച്ചു. സൗഹൃദ മനോഭാവമാണെന്ന് അവൾക്ക് മനസ്സിലായി. തേജസ്വിയായ ആളാണ് മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ ആ പ്രകാശം അവളുടെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്ത്വന വാക്കുകൾ, ഭയപ്പാട് വേണ്ട, ജലം തരിക എന്ന ആ ആശ്വാസവാക്ക് അവളിൽ ഉളവാക്കിയ ആശ്വാസമാണ്. ആശ്വാസം മൂലമാണ്, ആശ്വാസവും സന്തോഷവും ഒക്കെ കാരണമാണ് അവൾ ആ മനോഹരമായ സാരി അല്പമൊന്ന് ഒതുക്കിയിട്ട് ഒരു ചെറു ചിരിയോടെ നിന്നത്. ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ. ചോരുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഏതെങ്കിലുമൊക്കെ പാത്രത്തിൻ്റെയൊക്കെ അല്ലെ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ബക്കറ്റിനൊക്കെ ദ്വാരമുണ്ടെങ്കിൽ ചോർച്ചയുണ്ടാവും, അല്ലേ? അതുപോലെ ചോരുക. ചിരി എങ്ങനെയാ ചോരുക? മെല്ലെ ചിരിച്ചു എന്നുള്ളതാണ്. നമ്മൾ നല്ലതുപോലെ ചുണ്ടുകൾ വിടർത്തി ചിരിക്കുകയല്ല ചെയ്തത്, മെല്ലെ ഒന്ന് ചിരിച്ചു. ചോരും ചോരിവ ചെറുചിരി, ചോരും ചോരിവ ചെറ്റു വിടർത്തവൾ. ചോരിവ ചുവന്ന വ, ചുവന്ന ചുണ്ട്. ചെറ്റ് അല്പം വിടർത്തി അവൾ. അതാ ഞാൻ പറഞ്ഞത്, അല്പമാത്രം വിടർന്ന ചുണ്ടുകളോടെ, ചുവന്ന ചുണ്ടുകൾ അല്പം വിടർത്തി മെല്ലെ ഒന്ന് ചിരിച്ചു. പാരം വിസ്മയമാർന്നു വിസ്ഫാരിതതാരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. മൈക്കണ്ണിയാൾ സുന്ദരി, മഷി എഴുതിയ കണ്ണുകളോട് കൂടിയവൾ. മൈക്കണ്ണിയാൾ എങ്ങനെയാണ് പദം വിഗ്രഹിക്കുക? ഇതൊരു സമസ്ത പദമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ പദങ്ങളെ ചേർത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ പദത്തെ വിഗ്രഹിക്കാം?
മഷി എഴുതിയ കണ്ണുകളോട് കൂടിയവൾ. സുന്ദരി, സുന്ദരമായ കണ്ണുകളോട് കൂടിയവളായ അവൾ. പാരം വിസ്മയമാർന്നു. പാരം വളരെ വളരെ വിസ്മയത്തോടുകൂടി. ആദ്യം പഠിച്ചില്ലേ അമ്പരപ്പുണ്ടായി എന്ന് ഭിക്ഷുവിന്റെ വാക്കു കേട്ടപ്പോൾ? വീണ്ടും അവളിൽ വലിയ അളവിൽ വിസ്മയമുണ്ടാവുകയാണ്. വിസ്മയത്തോടുകൂടി വിസ്ഫാരിത താരയായി. വിസ്ഫാരിത എന്ന വാക്കിന്റെ അർത്ഥം തുറിച്ചു നോക്കുക എന്നാണ്. അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ട്, വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് എന്നർത്ഥം. അത്ഭുതം കൊണ്ട് വികസിച്ച കണ്ണുകളോടെ നോക്കിക്കൊണ്ട് എന്നർത്ഥം. താരയായി തെല്ലു നിന്നു. താര നക്ഷത്രം. താര, താരകം, ഉടു ഒക്കെ നക്ഷത്രത്തിന്റെ പര്യായ പദങ്ങളാണ്. വിസ്ഫാരിത താരയായി, അത്ഭുതം കൊണ്ട് വികസിച്ച ഒരു നക്ഷത്രം പോലെ നിന്നു. അപ്പൊ തലമുടിയെ കറുത്തിരുണ്ട കാർമേഘത്തോട് സാദൃശ്യപ്പെടുത്തി അവളുടെ നോട്ടത്തെയും കണ്ണുകളെയും ആ നിൽപ്പിനെയും എല്ലാം കൂടെ കൂടി പ്രകാശിക്കുന്ന ഒരു നക്ഷത്രത്തോട് സാദൃശ്യപ്പെടുത്തുകയാണ്. താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി. അവിടെയൊക്കെ നിങ്ങളൊരു കോമ ഇട്ട് വെച്ചോളൂ കേട്ടോ. ചോര, ചെന്തളിർ, അഞ്ചും, അരുണ, അംശു പൂരത്താൽ. എത്ര വാക്കുകളാണ് കോർത്തിണക്കി. ഒരു നൂലിൽ മുത്തുകോർത്ത് മുത്തുമാല ഉണ്ടാക്കുന്നത് പോലെ കവികൾ കവിത രചിക്കുമ്പോൾ വരികളിൽ ധാരാളം പദങ്ങൾ ഇങ്ങനെ കോർത്ത് കോർത്ത് അടുക്കി അടുക്കി വെച്ചിരിക്കും. കൃത്യമായി ഓരോ പദവും എവിടെ മുറിയണമെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ മുറിച്ച് മുറിച്ച് വായിക്കുമ്പോഴേ, വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കുമ്പോഴേ കവിതയുടെ പൂർണ്ണമായ ആശയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് നോക്കുക. ഓരോ പദവും ടീച്ചർ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു വരയോ അല്ലെങ്കിൽ ഒരു കോമയോ ഒക്കെ ഇട്ട് വെച്ചുകൊണ്ട് പദങ്ങളെ കൃത്യമായി വേർതിരിച്ചറിയാം കേട്ടോ. നോക്കുക. ചോര, ചെന്തളിർ, അഞ്ചും, അരുണ, അംശു പൂരത്താൽ. ചോര എന്താണെന്നറിയാമല്ലോ. ചെന്തളിർ, ചുവന്ന തളിര്. ചോരയുടെ നിറമുള്ള ചുവന്ന തളിര് അഞ്ചും. അരുണ, അംശു. അരുണം ചുവപ്പ് നിറം, അംശു സൂര്യകിരണം. അപ്പൊ എന്തായി? ചോര ചെന്തളിരഞ്ചും അരുണാംശു. ചുവന്ന തളിരിനെ തോൽപ്പിക്കും വിധമുള്ള ചുവന്ന സൂര്യകിരണങ്ങൾ. ആ വരിയുടെ അടുത്ത്, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ തീരെ പ്രയാസമുള്ള വരികളുടെ അടുത്തു തന്നെ ധാരാളം സ്പേസ് ഉണ്ടല്ലോ. ചെറുതായിട്ട് ആശയം അവിടെ ടീച്ചർ പറയുമ്പോൾ കുറിച്ചു വെച്ചോളൂ. കുറേ നാളുകൾക്ക് ശേഷം പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറിച്ചു വെച്ച നോട്ട്സ് ഉണ്ടെങ്കിൽ അത് അതാത് വരികളുടെ അടുത്ത് ചേർത്ത് എഴുതി വെക്കണം. നോട്ട്സ് ഉണ്ടെങ്കിൽ വേറെ ആരുടെയും സഹായം കൂടാതെ പദ്യം വായിച്ചാൽ സ്വയം ആശയം ഗ്രഹിക്കാൻ സാധിക്കും. പിന്നെ ചോദ്യോത്തരം തയ്യാറാക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ചോര ചെന്തളിരഞ്ചു മരുണാംശു. ചുവന്ന തളിരിനെ തോൽപ്പിക്കും വിധമുള്ള ചുവന്ന സൂര്യകിരണങ്ങൾ. സൂര്യകിരണത്തിന്റെ പൂരത്താൽ, നിറയെ സൂര്യകിരണം, ധാരാളം സൂര്യകിരണത്താൽ. മേനി മൂടി. മേനി ശരീരം, ശരീരം മൂടി. മുടി കോമ, പൂരത്താൽ കോമ, മേനി മൂടി കോമ. പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പുലർച്ചയിൽ, പ്രഭാതത്തിൽ. വണ്ടിണ, വണ്ടിൻ കൂട്ടങ്ങൾ. ചെന്നു മുട്ടിയിട്ട് വിടർന്ന ചെന്തണ്ടലര്. ചെന്തണ്ട് ചെന്താമര, അലര് പൂക്കള്. ചെന്തണ്ടലര്, ചെം തണ്ട് അലര്. ചെമന്ന ചെന്താമര, അലർ പൂക്കൾ. ഒന്നിച്ചു പറഞ്ഞ ചെന്താമരപ്പൂക്കൾ. ചെന്താമരപ്പൂക്കൾ അല്ലി കാട്ടി നിൽക്കും പോലെ. അല്ലി എന്ന പദം ചെന്തണ്ടലരിനോട് ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിലും നാം
ആശയം ഗ്രഹിക്കുമ്പോൾ ആ പദത്തെ ഇപ്പുറത്തെ വാക്കിനോട് ചേർക്കണം. അപ്പോഴേ നമുക്ക് ശരിയായ അർത്ഥം കിട്ടുള്ളൂ. അങ്ങനെയല്ലേ എന്ന് നോക്കിക്കേ. ചെന്തണ്ടലർ അല്ലി കാട്ടി നിൽക്കും പോലെ. എന്താണ് അല്ലി? അതിൻ്റെ ഇതള്. അല്ലി കാട്ടി നിൽക്കുന്നത് എങ്ങനെയാണ്? അല്ലി ഇങ്ങനെ വിടർന്ന് വരുമ്പോൾ. എപ്പോഴാണ് ചെന്താമര വിടരുക അല്ലെങ്കിൽ താമര വിടരുക? സൂര്യൻ ഉദിക്കുമ്പോൾ. സൂര്യോദയം, അരുണോദയം. അരുണോദയത്തിലെ ചുവന്ന സൂര്യൻ താമരയെ തഴുകുമ്പോൾ താമര ഇങ്ങനെ മെല്ലെ വിടർന്നു വരും അല്ലേ? അതുപോലെ നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. മനോഹരമായ ഒരു ഉപമാലങ്കാര പ്രയോഗം. അല്ലി കാട്ടി നിൽക്കും പോലെ. ആരെയാണ് ഈ അല്ലി കാട്ടി നിൽക്കും പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്? മാതങ്കിയെ. അതായത് ഈ കൈക്കുമ്പിൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന മനോഹരമായ താമരപ്പൂ പോലെയുള്ള കൈക്കുമ്പിൾ തൻ്റെ മുന്നിൽ നീട്ടിക്കൊണ്ട് അല്പം കുനിഞ്ഞു നിൽക്കുന്ന ആ ആനന്ദ ഭിക്ഷുവിൻ്റെ അടുത്തു നിൽക്കുന്ന മാതങ്കിയുടെ മനസ്സ് സൂര്യ തേജസ്സുള്ള അദ്ദേഹത്തിൻ്റെ സാമീപ്യത്താൽ ചെന്താമരപ്പൂവിൻ്റെ ഇതൾ പോലെ വിടർന്നു വികസിച്ചു നിന്നു എന്നാണ് അർത്ഥം. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. പിന്നെ എന്ത് സംഭവിച്ചു? അവളുടെ ശരീരത്തൊരു വിറയൽ അനുഭവപ്പെട്ടു. അതുവരെ താൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി കൈകൾക്കൊരു വിറയലുണ്ടായി. പിന്നെ കൈത്താർ, കയ്യാകുന്ന താര്, താര് പൂവ്. പിന്നെ കൈത്താർ, താര് പൂവ്. പിന്നെ കയ്യാകുന്ന താര് വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. പാളയിൽ ചിന്നി നിന്നു. ചിന്നുക, ചിതറുക. പാളയിലെ ജലം ഇങ്ങനെ പാളയിൽ നിറയെ ജലവുമായി നിൽക്കുന്ന മാതങ്കിയെ സങ്കല്പിക്കുക. രണ്ടു കഥാപാത്രങ്ങളാണ് ഉള്ളത് അല്ലേ? മുൻപിൽ ആനന്ദഭിക്ഷു താമരപ്പൂ പോലെയുള്ള മനോഹരമായ കൈക്കുമ്പിളുമായി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കൈകളിലുണ്ടായ വിറയൽ മൂലം ആ പാളയിൽ നിറയെ ഉണ്ടായിരുന്ന ആ പാള കൊണ്ടുള്ള തൊട്ടിയിൽ നിറയെ ഉണ്ടായിരുന്ന ജലം അങ്ങനെ തുളുമ്പി. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മനോജ്ഞം, മനോഹരം. ഏതുപോലെ? മധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. മധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന. മധ്യം ഒരു ശുദ്ധമായ സ്ഫടിക കണ്ണാടി, ചില്ല് കണ്ണാടി നിലത്ത് വീണ് ഉടഞ്ഞ് അതിൻ്റെ മധ്യം പൊട്ടി നുറുങ്ങുന്നത് പോലെയാണ് ഈ പാളയിലെ ജലം തുളുമ്പിയത്. സ്ഫടികം പോലെയുള്ള ശുദ്ധമായ കുളിർ തണ്ണീർ പാളയിലിങ്ങനെ അവളുടെ കൈ വിറച്ചപ്പോൾ തുളുമ്പി കണങ്ങളിങ്ങനെ വന്നില്ലേ? അതിനെയാണ് കവി വർണ്ണിക്കുന്നത്. ഏതുപോലെ? ശുദ്ധ കണ്ണാടി മധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. കാന്തി, ഭംഗി. ഈ മധ്യം പൊട്ടി നുറുങ്ങി ഭംഗിയാർന്ന ഒരു സ്ഫടിക കണ്ണാടി പോലെയുള്ള തെളിഞ്ഞ നീർ ജലം. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. അവൾ എന്തു ചെയ്തു? ആർത്തിയോടെ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ, കയ്യാകുന്ന പൂവിൽ, കൈത്താര എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുതന്നെ മറ്റൊരു തരത്തിൽ കവി പറയുകയാണ്. കൈപ്പൂവിൽ വാർത്തു നിന്നിതേ, ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിന്നു, മെല്ലെ കുനിഞ്ഞവൾ. ചിത്രത്തിലുണ്ട് അല്ലേ? നോക്കുക, പാളയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്. ഭിക്ഷു കുനിഞ്ഞു നിൽക്കുകയാണ്. വാസ്തവത്തിൽ താഴ്ന്ന ജാതിക്കാരി അവളല്ലേ, പക്ഷെ അവളുടെ മുന്നിൽ ഭിക്ഷു കുനിഞ്ഞു നിന്ന് ജലം പാനം ചെയ്യുകയാണ് ചിത്രത്തില്. പുണ്യശാലിനി. ഇനിയുള്ള 4 വരികൾ. ഇതുവരെ നടന്നത് ബുദ്ധഭിക്ഷുവും ആനന്ദ ഭിക്ഷുവും ചണ്ടാല യുവതിയായ മാതങ്കിയും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ? ഈ സംഭാഷണത്തിലൂടെ അന്നത്തെ കാലത്തെ ജാതി മത വിദ്വേഷത്തിൻ്റെ
നിരർത്ഥകതയെ കവി ചൂണ്ടിക്കാണിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ലാസ്റ്റത്തെ അവസാനത്തെ 4 വരികൾ കവിയുടെ വീക്ഷണമാണ്, അല്ലെങ്കിൽ കവി നേരിട്ട് ഇടപെട്ട് അവളോട് പറയുകയാണ്. പുണ്യശാലിനി, എങ്ങനെയാണ് വിളിക്കുന്നത്? പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ, നീ പകർന്നു നൽകുന്ന ഈ ജലത്തിൻ്റെ, ഈ കുളിർമയുള്ള ജലത്തിൻ്റെ ഓരോരോ തുള്ളിയും അന്തമറ്റ, അന്തം അവസാനം, അന്തമറ്റ അറ്റ ഇല്ലാത്ത, അന്തമറ്റ കറയറ്റ സ്നേഹം എന്നൊക്കെ പറയില്ലേ, കറയില്ലാത്ത സ്നേഹം, അന്തമറ്റ അവസാനമില്ലാത്ത സുഹൃതഹാരങ്ങൾ, സുഹൃതങ്ങളാകുന്ന ഹാരങ്ങൾ, സുഹൃതം പുണ്യം, പുണ്യങ്ങൾ കോർത്തുണ്ടാക്കിയ മാല, ഹാരം മാല, അളവില്ലാത്ത വിധം, എണ്ണമില്ലാത്ത വിധം സുഹൃതങ്ങൾ കോർത്തുണ്ടാക്കിയ ഒരു മാലയാണ് നീ പകർന്നു നൽകിയ ഈ കുളിർ തണ്ണീരിൻ്റെ ഓരോരോ തുള്ളിയും. സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ, അന്തരാത്മാവ് ഉള്ള് അല്ലേ, നിന്റെ അന്തരാത്മാവിൽ, നിന്റെ ഉള്ളിൽ അർപ്പിക്കുന്നുണ്ടാവാം. നിന്റെ ഉള്ളിൽ, നിന്റെ അന്തരാത്മാവിൽ ഇതില് പകർന്നു നൽകിയ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ ആയി പരിണമിക്കുന്നുണ്ടാവാം. അന്തമറ്റ സുഹൃതങ്ങൾക്കൊരുത്ത മാല പോലെ നിന്റെ ഉള്ള് മനോഹരമാണ്, ശുദ്ധമാണ്, ഈ തെളിനീര് പോലെ തെളിഞ്ഞതാണ്. ഇത് നിന്റെ അന്തരാത്മാവില് മാല ചാർത്തിയതുപോലെയുള്ള ഒരു അനുഭൂതി നൽകുന്നുണ്ടാവാം. ഇവിടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പറഞ്ഞ വരികൾ ഞാൻ ഓർമ്മിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇതോട് ചേർത്ത് വായിക്കാവുന്നതാണ്, താരതമ്യക്കുറിപ്പായിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റുള്ളവർക്കായി ഞാൻ ഒരു കണ്ണീർ കണം പൊഴിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം ഉദിക്കുകയാണ് എന്നാണ് അക്കിത്തം പറഞ്ഞിരിക്കുന്നത്. സഹജീവികളോട് സ്നേഹവും കരുണയും കാണിച്ച് അവർക്ക് വേണ്ടി കണ്ണീർ കണം പൊഴിക്കുമ്പോൾ, അവർക്ക് വേണ്ടി കണ്ണീർ കണം പൊഴിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അവരനുഭവിക്കുന്ന അതേ തീവ്രതയിൽ, അതേ അളവിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീർ തൂകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കണ്ണീർ കണം പൊഴിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ, തൻ്റെ ആത്മാവിൽ, കവിയുടെ ആത്മാവിൽ 1000 സൂര്യന്മാർ ഉദിച്ച പ്രതീതിയാണ്, ആനന്ദമാണ്, വെളിച്ചമാണ് എന്നൊക്കെയാണ് അക്കിത്തം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും കവി പറയുന്നത്. അല്ലയോ മനോഹരി, സുന്ദരി, പുണ്യശാലിനി, നീ പകർന്നു നൽകിയ ഈ തണ്ണീരിൻ്റെ ഓരോരോ തുള്ളിയും നിന്റെ അന്തരാത്മാവിൽ സുഹൃതങ്ങൾ കൊണ്ട് കൊരുത്ത മാല ചാർത്തിയ അനുഭൂതി പകർന്നു നൽകുന്നുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് കവിതയുടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം അവസാനിക്കുകയാണ്. ഇനി പഠനാനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്, അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. കഥയുടെ തുടർച്ചയും അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കഥ തുടങ്ങിയതാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? കഥയ്ക്ക് തുടർച്ചയുണ്ട്, അതും കൂടി ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അതായത് പിന്നീട് മാതംഗിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കഥയ്ക്കൊരു തുടർച്ചയുണ്ട്. ഇന്നത്തെ ക്ലാസ്സിന് ദൈർഘ്യം കൂടിയതുകൊണ്ട് ടീച്ചർ ഈ കഥയുടെ ബാക്കി ഭാഗവും ചോദ്യോത്തരവും കൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കേൾക്കുക, പാഠപുസ്തകം തുറന്നു വെച്ച് കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ടീച്ചറുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തു കൊടുക്കൂ. അവർ കവിത നന്നായി പഠിക്കട്ടെ, ആശയം മനസ്സിലാക്കട്ടെ. നിർമ്മല മാതംഗിയെപ്പോലെ നിർമ്മല മനസ്സുള്ളവരായി, സഹജീവി സ്നേഹമുള്ളവരായി എല്ലാ മക്കളും വളരട്ടെ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.